കർത്താവായ ഈശോയിൽ പ്രിയ ദൈവ മക്കളെ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. റോമ 4:7-8. മനുഷ്യന്റെ സകല ശക്തിയും കർമ്മവീര്യവും ഇല്ലാതാക്കാൻ അവന്റെ പാപബോധം മതിയാകും. ആത്മാഭിമാനത്തെ പാപബോധം തകർക്കും. പറഞ്ഞ തെറ്റായ വാക്കുകളും ചെയ്ത അനീതി പ്രവൃത്തികളും മനസ്സിനെ എപ്പോഴും വേദനിപ്പിക്കും. അത് ജീവിതത്തെ തകർക്കും. പാപബോധത്തിന്റെ രൂക്ഷത മറ്റെല്ലാ വിഷമതകളെക്കാളും മൂർച്ചയേറിയതാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നത് സൗഭാഗ്യമാണ്. പാപഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ട്. പാപബോധത്തോടെ ജീവിക്കുന്നത് മരണത്തേക്കാൾ ഭയങ്കരമാണെന്ന് അവർക്ക് തോന്നിയിരിക്കാം. യേശുവിനെ ഒറ്റിക്കെടുത്ത യൂദ പാപഭാരം വഹിക്കാൻ വയ്യാതെയായപ്പോൾ ആത്മഹത്യ ചെയ്തു. പാപക്ഷമ ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് ഏറ്റവും പ്രയാസമാണ്. പക്ഷവാത രോഗിക്ക് പാപക്ഷമ ലഭിച്ചു എന്ന ബോധ്യം ലഭിക്കുന്നത് രോഗസൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്ന് യേശു പറഞ്ഞു. ആദ്യം പാപക്ഷമ ബോധ്യം ലഭിച്ചാൽ പിന്നാലെ രോഗസൗഖ്യം സാധ്യമാണെന്ന് യേശു മനസ്സിലാക്കി. രോഗം മാറുവാൻ പാപബോധം ഇല്ലാതാക്കണം. അവസരം കിട്ടിയാൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന തെറ്റായ ആഗ്രഹങ്ങളാണ് പാപബോധത്തെ നമ്മിൽ നിന്ന് തറപ്പിച്ച് നിർത്തുന്നത്. മനസ്സിൽ നിന്ന് തെറ്റായ ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ പാപഭാരം ഇല്ലാതാകും. മനസ്സിന് ഒരു അന്തരം ഉണ്ടാകണം. യോഹന്നാൻ സ്നാപകന് പാപമോചനത്തിനായി ചൂണ്ടിക്കാണിച്ച മാർഗം മാനസാന്തരമാണ്. ചെയ്ത തെറ്റുകൾ ആത്മാർത്ഥമായി ഏറ്റുപറയുകയും പഴയ മാർഗങ്ങളിൽ ചരിക്കയില്ല എന്ന് നിശ്ചയിക്കുകയും അവയെ ചിന്തയിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്താൽ പാപഭാരം ഇല്ലാതാകും. സമ്പൂർണ്ണ സമർപ്പണം പാപഭാരത്തെ ഇല്ലാതാക്കും. കർത്താവായ ഈശോയെ, ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് പാപഭാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, അയ്യമ്മസമേ, അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.